വൈപ്പിൻ ബോട്ട് ജെട്ടിക്ക് സമീപത്ത് കൂടെ ഒരു വാക്ക് വേ ഉണ്ട്. ഞാനത് ആദ്യമായിട്ടാണ് പോകുന്നത്. അതും രാത്രിയാണ്, ഒരു 7:30 അങ്ങനെ പോകുമ്പോൾ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്, നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഭയങ്കര വൈബാണ് ഇവിടെ. അത് എനിക്ക് തോന്നുന്ന ഒരു 5:30 കഴിഞ്ഞിട്ട് പോകണമായിരിക്കും നല്ലത്. നല്ല സ്ഥലമാണ്, അധികം ആൾക്കാരില്ല എന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വൈപ്പിൻ്റെ സതേൺ എൻഡിലാണിത്, ഏറ്റവും തെക്കൻ സൈഡിലാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഫോർട്ട് കൊച്ചിയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം എന്ന് വെച്ചാൽ കപ്പൽ ചാലുള്ള സ്ഥലമാണ്. ഇവിടെയാണ് അറേബ്യൻ സീയും വേമ്പനാട് ലേക്കും തമ്മിൽ മുട്ടുന്ന സ്ഥലം കൂടിയാണ്. അങ്ങനെ പല പ്രത്യേകതയുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ഹോം സ്റ്റേസ് ഉണ്ടെന്നാണ് വേറൊരു കാര്യം. കുറേ ഹോം സ്റ്റേസ് അവിടെ കണ്ടു. അധികം ആളുമില്ല, തിരക്കുമില്ല, ഭയങ്കര വൃത്തിയാണ് കണ്ടിട്ട്. ഞാൻ 2 രീതി പറഞ്ഞാണ്. വൃത്തി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ വാക്ക് വേയൊക്കെ പൊട്ടി കിടക്കണേ, പക്ഷേ ഇവിടുത്തെ വൈബ് അടിപൊളിയാണ്. കാരണം ഇവിടെ മര്യാദയ്ക്ക് നോക്കിയിരുന്നെങ്കിൽ, ഇനിയും നോക്കാൻ സമയമുണ്ട്, നോക്കിയെങ്കിൽ ഏറ്റവും നല്ല സ്ഥലങ്ങളൊന്നാണിത്. ഈ രാത്രി കാള മുക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള വൈപ്പിൻ ജെട്ടിയിലാണ് ഞാൻ. ഈ ജെട്ടി സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. ശരിക്കും വൈപ്പിൻ ബോട്ടിയുടെ അടുത്തുള്ള സ്ഥലമാണ്. ശരിക്കും ഒരു വാക്ക് വേ ഉണ്ട്, കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. ഇപ്പം നിങ്ങൾക്കും ദൂരം കാണാൻ പറ്റുന്ന എനിക്കറിയില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടുത്തെ വീടുകളുടെ സ്റ്റൈലും കാണാൻ രസമുണ്ട്. ഈ പോകുന്ന വഴിക്കൊരു പള്ളിയുണ്ട്. ഇതൊക്കെ ശരിക്കും പണ്ട് പോർച്ചുഗീസുകാർ വന്ന് കയറിയ സ്ഥലങ്ങളാണെന്ന് ഓർക്കുക. പോർച്ചുഗീസുകാരുടെ ഏരിയ തന്നെയായിരുന്നു ഇതെല്ലാം. അങ്ങനെ ഇവിടെ ഇന്തോ പോർച്ചുഗീസ് മാതൃകയിലുള്ള വീടുകളുണ്ട്, പള്ളികളുണ്ട്. ഗോത്തിക് ആർട്ടിസ്റ്റുള്ള പള്ളികൾ കാണാം. ഈ കാണുന്ന ആ ലൈറ്റ് കാണുന്ന എല്ലാം ഫോർട്ട് കൊച്ചിയാണ്. ഞാനിങ്ങനെ വന്ന് ഇതിൻ്റെ അറ്റമെത്തി. ഈ കാണുന്നത് വാക്ക് ചെരിഞ്ഞു വയക്കണയാണ്. അതായത് പണി വരെയൊക്കെ എത്താൻ ചെരിഞ്ഞു പോകാൻ. പിന്നെ ഇവിടെ ഒരു മണൽത്തീരമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഞാൻ നടന്നു. തിരിച്ച് നടക്കുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ ഹോം സ്റ്റൈൽ അടുത്തും കാണാം. അങ്ങനെ ശാന്തസുന്ദരമായിട്ട് ഇങ്ങനെ നടന്നു പോകാൻ പറ്റിയ ഏരിയയാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വരാം, കൂട്ടായിട്ട് വരാം, എങ്ങനെ വന്നാലും നല്ലൊരു വൈബായിട്ടാണ് എനിക്ക് വന്നത്. അതൊരു 6 മണി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. മറ്റേ ഫോർട്ട് കൊച്ചി എന്ന ബീച്ചിനേക്കാൾ എത്രയോ നല്ല ബീച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയ്ക്കും ബീച്ചൊന്നും ഇല്ല, ഇത്രയും രസവും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമുക്ക് ഫേമസ് ആക്കണതാണ്. ഇവിടെ ചീനവല കാണാം, ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ചീനവല കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു രാവിലേക്ക് വന്ന് കുറച്ച് നന്നായിട്ട് കാണാൻ പറ്റും. ഇത് ആരോ താമസിക്കാൻ വീടാന്ന് തോന്നുന്നു. ചിലപ്പോൾ വല്ല മീൻ ഉണക്കാനിട്ടിരിക്കണം, അങ്ങനെ എല്ലാം ആയിരിക്കാം, എന്തോ ഒരു സംഭവം. പക്ഷേ മൊത്തത്തിലൊരു വൈബ് നല്ല രസമാണ്. ഇവിടെയും കുറേ ആളുകൾ, കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ രസമായിട്ട് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇന്തോ പോർച്ചുഗീസ് പള്ളി. ഗോത്തിക് ആർട്ടിസ്റ്റിലാണ് ഈ പള്ളി പണിതേക്കുന്നത്. ലേഡി ഓഫ് ഗുഡ് ഹോപ്പ് എന്നാണ് ഈ പള്ളിയുടെ പേര്. വൈപ്പിനിലെ പള്ളിയാണ്. ഏതാണ്ട് 400 വർഷം പഴക്കം ഈ പള്ളിക്കുണ്ടെന്നാണ് പറഞ്ഞത്. 1605 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തെന്നാണ് പറഞ്ഞത്. ശരിക്കും 1500 തൊട്ട് ഇവിടെ മിഷണറി പ്രവർത്തനം വന്നെന്നാണ് പറഞ്ഞത്, പോർച്ചുഗീസുകാരുടെ. സോ അവർ വന്നിട്ട് പണിത പള്ളിയാണ് ഇത്. ഇവിടുത്തെ കൊച്ചിയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലത്തീൻ പള്ളിയാണ്. ഹിസ്റ്റോറിക്കലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പള്ളിയാണ്. ഇവിടെ പല പോർച്ചുഗീസുകാരുടെ ലിറിക്സ് ഒക്കെ കാണാൻ പറ്റും. ഒരു വലിയൊരു മണിയുണ്ട്. ഈ കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത് കരിങ്കല്ലിൽ തീർത്ത ഗ്രോട്ടയാണ്, ഗ്രനൈറ്റ് ഗ്രോട്ട എന്ന് പറയും. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ രൂപങ്ങളൊക്കെ കാണാൻ പറ്റും. എന്തായാലും ഇത് കുറേ വർഷം പഴക്കമുള്ളതാണ്. നല്ല വൈബാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. ഈ ഒരു മെഡോയും എല്ലാം കൂടി നന്നായിട്ട് ഒരു മനോഹരമായിട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. അവർ നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് നല്ല രസം തോന്നി, അത്രേ ഉള്ളൂ. പിന്നെ വലിയൊരു കുരിശൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം റിലീജിയസിൻ്റെ കാര്യം. പിന്നെ ഒരു സെമിത്തേരി ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പള്ളിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പള്ളിയിൽ ഒരു കുർബാന ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് പള്ളിയുടെ ഉൾവശം. വളരെ പഴക്കം ചെന്ന പള്ളിയാണ്. അങ്ങനെയുള്ള പള്ളിയിൽ പോകുമ്പോൾ കാണാൻ രസമുണ്ട്. നമുക്ക് പള്ളി കാണുമ്പോൾ രസം ഉണ്ടാവുമല്ലോ, അതാണല്ലോ നമ്മുടെ ആവശ്യം. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രോട്ടെ, ഗ്രനൈറ്റ് ഗ്രോട്ടെ. ഇതും പണ്ട് കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം തന്നെയാണ്. മാതാവിൻ്റെ രൂപം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ചീനവല കാണാം. ചീനവലയുടെ അടുത്ത് ഇവിടെ മീൻ പിടിക്കാറുണ്ടെന്ന് തോന്നുന്നു. ദൂരെ കാണുന്ന ഫോർട്ട് കൊച്ചിയാണ്. ഒന്ന് വന്നു പോകാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊന്നാണിത്. വൈപ്പിനിലാണ്